കാടിനുള്ളിലൂടെ കാടിൻ്റെ ഭംഗിയും കാട്ടാറുകളുടെ കാഴ്ചയും ആസ്വദിച്ച് ഒരു സഞ്ചാരി, ഒരു മലയാളി ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റൂട്ടാണ് മലക്കപ്പാറ റൂട്ട്. നമ്മൾക്ക് അങ്ങോട്ടൊരു യാത്ര പോയാലോ? സഞ്ചാരികളുടെ സ്വന്തം മലക്കപ്പാറയിലേക്ക്, അതും ചാലക്കുടി KSRTCയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമായി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ചാലക്കുടി KSRTC സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് മലക്കപ്പാറയിലേക്ക് ട്രിപ്പ് പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 7:30 7:30 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കാലാവസ്ഥയാണ് ഇന്ന്. ചാലക്കുടി KSRTCയുടെ ഉല്ലാസയാത്രയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ മലക്കപ്പാറ ട്രിപ്പ് 51 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഡ്രൈവറായി ഷാജി സാറും കണ്ടക്ടറായി ബിജു സാറുമാണ് മലക്കപ്പാറ ട്രിപ്പിലുള്ളത്. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഈ ചാലക്കുടി KSRTCയിൽ നിന്നും ഡെയിലി 4 ഓർഡിനറി ബസ്സുകൾ മലക്കപ്പാറയിലേക്ക് ട്രിപ്പ് നടത്തുന്നുണ്ട്. രാവിലെ 8:10, ഉച്ചയ്ക്ക് 12:50, വൈകിട്ട് 3:15-നും 5:10-നും സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ 2 ബസ്സുകൾ മലക്കപ്പാറയിൽ സ്റ്റേ ആണ്. ചാലക്കുടിയിൽ നിന്ന് രാവിലെ 8:10-നും 12:50-നും പോകുന്ന ബസ്സുകൾ തിരിച്ച് മലക്കപ്പാറയിൽ നിന്നും 12:50-നും 5:10-നും തിരിച്ചു വരും. ഈ ഓർഡിനറി ബസ്സിൻ്റെ ചാർജ് 120 രൂപയാണ്. അങ്ങനെ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് മുന്നോട്ട് വരുന്തോറും ഇതുപോലുള്ള റോഡിന് ഇരുവശത്തും ഗംഭീരമായിട്ട് കാട് കാണാൻ സാധിക്കും. റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ധാരാളം എണ്ണപ്പന മരങ്ങൾ കാണാൻ സാധിക്കും. ഈ എണ്ണപ്പനത്തോട്ടങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില സമയത്ത് ആനകൾ കാണാൻ സാധിക്കും. എണ്ണപ്പന കുത്തിമറിച്ച് അത് കഴിക്കുന്ന ആനക്കൂട്ടങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടൽ വൃന്ദാവിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8:10. നമ്മുടെ ട്രിപ്പിൻ്റെ ചാർജ് 450 രൂപയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ ഉച്ചത്തെ ഊണിൻ്റെയോ വൈകുന്നേരത്തെ ടീയുടെയോ കാശ് ഉൾപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് വേണം ഇടാനായിട്ട്. ഇവിടെ വാഷ്റൂമിനുള്ള സൗകര്യമുണ്ട് ഈ ഹോട്ടലിൽ. ഈ കാണുന്ന എണ്ണപ്പനത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. ഇതിന് തൊട്ടു പുറകിലായി ചാലക്കുടി പുഴയാണ്. ആനകൾ കൂട്ടത്തോടെ, എണ്ണപ്പന മരങ്ങൾ തിന്നാനായി ആനകൾ കൂട്ടത്തോടെ ഇവിടെ എത്താറുണ്ട്. ഇന്ന് സൺഡേ ആണ്, പതിവിൽ കൂടുതൽ തിരക്കുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായി ഏകദേശം 5ഓളം KSRTC ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ടക്ടർ ബിജു സാറ് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ഫീസ് കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 9 മണിയാണ്. ഇവിടെ സമയം 1 മണിക്കൂർ സമയം ബിജു സാർ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. തിരിച്ച് 10 മണിക്ക് തിരിച്ചെത്താനാണ് ബിജു സാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ്. 50 രൂപയാണ് എൻട്രി ഫീസ്. നമ്മളെല്ലാവരും കൂടി ബിജു സാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് 50 രൂപ വെച്ചിട്ട്. ബിജു സാറെ ടിക്കറ്റ് എടുത്തോളും. മഴക്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾസാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഇതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന വെള്ളച്ചാട്ടം. ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ ദൂരമുണ്ട് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഷോളയാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പള്ളി. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരമുണ്ട് വാഴച്ചാൽ വാട്ടർഫാൾസിലേക്ക്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ശാന്തി നമ്മുടെ മനസ്സിലേക്ക് വന്ന് പതിയും. 80 അടി ഉയരത്തിൽ നിന്നും പാറക്കെട്ടിലേക്ക് വീണ് ചിതറുന്ന ജലത്തിൻ്റെ ഒരു മാസ്മരീതി ഉണ്ടല്ലോ, അതും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അതിശക്തമായ മഴയുള്ള സമയത്ത് ഇവിടേക്ക് ആരെയും പ്രവേശിക്കില്ല. ദൂരെ നിന്ന് മാത്രമേ നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണണം, നല്ല കാഴ്ചയാണ്. മൺസൂൺ സമയത്ത് വരണം. നമ്മുടെ ഈ യാത്രയിൽ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ അതിരപ്പള്ളി വാട്ടർഫാൾസ്. കേരളത്തിലെ നയാഗ്ര എന്നാണ് അതിരപ്പള്ളി വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. ഈ മലക്കപ്പാറ ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർന്നു കഴിഞ്ഞു. ചാലക്കുടിയിൽ നിന്നും സംസ്ഥാന ഹൈവേ 21 തുമ്പൂർ വഴി അതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളയാർ വഴി 86 കിലോമീറ്റർ യാത്ര ചെയ്താൽ മലക്കപ്പാറയിൽ എത്താൻ സാധിക്കും. മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിലാണ് ലോവർ ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാം മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 5 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ പോകുന്ന വഴിക്കാണ് ടാറ്റ ടീയുടെ ഉടമസ്ഥയിലുള്ള തേയിലത്തോട്ടം. ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെയും മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെയും കീഴിലുള്ള കേരള വനംവകുപ്പിൻ്റെ വനപ്രദേശം ഉൾപ്പെടെയുള്ളതാണ് ഈ മലക്കപ്പാറ. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ഇനം സസ്യജന്തുജാലങ്ങളെ ഈ മലക്കപ്പാറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ചാർപ്പ വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചാർപ്പ വാട്ടർഫാൾസ്. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ചാർപ്പ വാട്ടർഫാൾസിൻ്റെ കാഴ്ച കാണാൻ എല്ലാവരും ഇറങ്ങി. മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ അല്പം വെള്ളം അല്പം കുറവാണ്. ഈ കാണുന്ന പാലമുണ്ട്, ഒരു 1.5 വർഷമായി ഈ പാലം ഇവിടെ പണിത് തുടങ്ങിയിട്ട്. ഇതുവരെ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ കാണുന്ന വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളിനാണ് വന്നതെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്നൊരു ടൈം എഴുതി തരും. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. KSRTC ബസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ഫോർമാലിറ്റീസും ഇവിടെ ആവശ്യമില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി പോസ്റ്റ് ആട്ടോ. ഇതാണ് വാഴച്ചാൽ വാട്ടർഫാൾസ്. നല്ല ഗംഭീരമായിട്ടൊരു വാട്ടർഫാൾസ് ആട്ടോ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വാഴച്ചാൽ വാട്ടർഫാൾസ്. നമുക്ക് വെള്ളച്ചാട്ടം ഇവിടെ ഇരുന്നുകൊണ്ട് ആസ്വദിക്കാം. നോക്കിയാൽ ചുറ്റും നല്ല മനോഹരമായ പാർക്കും ഒരു ഗസ്റ്റ് ഹൗസും, ഗംഭീരമായൊരു സ്ഥലം. ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ് വാഴച്ചാൽ വാട്ടർഫാൾസ്. നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ നല്ലൊരു ഫീൽ കിട്ടുന്നൊരു ഏരിയ കേട്ടോ. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ട്. ഇന്നൊരു ഹോളിഡേ ആയ നല്ല തിരക്കാണ്.
അങ്ങനെ നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിലെ കാഴ്ചകൾ കണ്ട ശേഷം മുന്നോട്ട് യാത്രയാവുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഈ കാണുന്ന വാഴച്ചാൽ പാലമാണ്. ഇതിന് താഴെ കൂടി ഒഴുകുന്ന ചാലക്കുടി പുഴയാണ്. ഇത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. ഇവിടുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കൊടും കാടാണ്. ഇനി നമ്മൾ കാട് കയറാൻ പോവുകയാണ്. നമ്മൾക്ക് ഈ മലക്കപ്പാറ റൂട്ടിൽ പല വിധത്തിൽ യാത്ര ചെയ്യാം. ബസ്സിന് യാത്ര ചെയ്യാം, പ്രൈവറ്റ് വണ്ടിക്ക് യാത്ര ചെയ്യാം, കാറിനും ബൈക്കിനൊക്കെ യാത്ര ചെയ്യാം. പിന്നെ ബൈക്കിന് യാത്ര ചെയ്യാമെന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകളെല്ലാം കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഷോളയാർ വനത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത്രയും ദൂരം തുടർച്ചയായ വനത്തിലൂടെ സഞ്ചരിക്കാൻ KSRTC ബസ്സിലെ അവസരമുള്ളത്. പിന്നീട് നമുക്ക് അവസരം ലഭിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ്. ഈ 2 ഭാഗത്തും വനത്തിൽ വണ്ടി നിർത്തി വിശദമായി കാണാൻ അവസരമില്ലെങ്കിലും ബസ് പതുക്കെ സ്ലോ ചെയ്ത് ഭംഗിയുള്ള കാഴ്ചകളും സ്ഥലങ്ങളും വരുമ്പോൾ നമുക്ക് ബസ്സിലിരുന്ന് സ്ഥലത്തെ ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ പുളിയിലപ്പാറ എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന പുളിയിലപ്പാറ ജംഗ്ഷനാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു മ്ലാവുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു മ്ലാവാണ്. അത് മ്ലാവിൻ്റെ ഇഷ്ട ഭക്ഷണം വെച്ചാൽ പഴംപൊരിയാണ്. ഈ പുളിയിലപ്പാറ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് 85 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 4 മണിക്കൂർ കാടിനുള്ളിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നല്ല ഈറ്റക്കാടുകളും ആനപ്പിണ്ടവും കണ്ടു തുടങ്ങി. ഏതൊരു സമയത്ത് വന്നാലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ബൈക്കിൽ വരുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. ഏതൊരു സമയത്തും ആനയും കാട്ടുപോത്തും മറ്റു മൃഗങ്ങളും റോഡിൻ്റെ സൈഡിൽ നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ വരെ ഡെയിലി KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലേക്ക് പോകുന്നതിന് ചീനിക്കാസ് എന്ന പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. മഴക്കാലത്ത് കാടിനുള്ളിലൂടെയുള്ള യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ആ വൈബ് ആസ്വദിക്കാം. അതുപോലെ തന്നെ പകൽ സമയത്ത് രാത്രി സമയത്ത് മൃഗങ്ങളെ കണ്ടുള്ള ഒരു ബസ് യാത്ര അതും ഗംഭീര അനുഭവം തന്നെയാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കൊടും കാടാണ്. ഇതുപോലെ ഈറ്റക്കാടും മരങ്ങളും ഒക്കെ നല്ല ഗംഭീരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ വീതി വളരെ കുറവാണ്. നമ്മൾ പ്രൈവറ്റ് വാഹനത്തിലാണ് വരുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇതിലൂടെ യാത്ര ചെയ്യാനായിട്ട്. കാരണം കൊടും വളവും തിരിവും കുത്തനുള്ള കയറ്റവും ഒക്കെയാണ്. ഈ കാടിന് ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോഴൊരു പ്രശ്നമുണ്ട്. കാരണം എല്ലാ സമയത്തും നമ്മൾ മൃഗങ്ങളെ പ്രതീക്ഷിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിൽ അതുപോലെ തന്നെ ഒരുപാട് കൊടും വളവും കുത്തനുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല പച്ചപ്പും നല്ല വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റൂട്ടാണത്. ആനക്കയം എന്നാണ് ഈ റൂട്ടിൻ്റെ പേര്. ധാരാളം ആനകൾ കൂട്ടത്തോടെ ഈ ഭാഗത്ത് കാണാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആനകളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഭാഗ്യമില്ല, ഒരാനയെ പോലും കാണാൻ സാധിച്ചില്ല.
ബസ്സിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്യത്യസ്ത ആളുകളായിരുന്നു. അവരോടൊക്കെ എൻ്റെ ചാനലിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും പറ്റി. അവരിൽ പലരുമായി ഞാൻ വിശദമായി പരിചയപ്പെടുകയും ചെയ്തു. വളരെ ഭംഗിയുള്ള ഈ റൂട്ടിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്തിരിക്കണം. വ്യത്യസ്തതയാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. ഓരോ റൂട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വനവും ഡാമും കേരളത്തിൻ്റെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും തേയിലത്തോട്ടവും ഒക്കെ കാണാൻ സാധിക്കും. ഇത്രയും വ്യത്യസ്തമായ കാഴ്ചകൾ കോർത്തിറക്കിക്കൊണ്ട് ഇത്ര ദൈർഘ്യമുള്ളൊരു യാത്ര KSRTCക്ക് മാത്രമേ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ബസ് ഇവിടെ നിർത്തുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് കാണുന്നുണ്ട്. ഷോളയാർ ഡാമിൽ നിന്നും പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇവിടെ ബസ് 1 മിനിറ്റ് നേരം എനിക്ക് നിർത്തി തന്നു അതൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് അതിമനോഹരമായുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ലോവർ ഷോളയാർ ഡാം കേരളത്തിലും അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ലോവർ ഷോളയാർ ഡാമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. പക്ഷേ അപ്പർ ഷോളയാർ ഡാമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് പെർമിഷൻ്റെ ആവശ്യമില്ല. ഈ കാണുന്ന ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ചാലക്കുടി പുഴയുടെ പോഷക നദിയായ ഷോളയാറിൽ ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട്, അല്ലെങ്കിൽ ലോവർ ഷോളയാർ അണക്കെട്ട് എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഉയരം 66 മീറ്റർ ഉയരമുണ്ട്, 430 മീറ്റർ നീളവുമുണ്ട്. ഈ പ്രധാന അണക്കെട്ടിനൊപ്പം 28 മീറ്റർ ഉയരവും 250 മീറ്റർ നീളവുമുള്ള ഷോളയാർ ഫ്ലാങ്കിംഗ് ഡാമും അതുകൂടാതെ ഷോളയാർ സാഡിൽ ഡാമും ഈ പദ്ധതിയുടെ യാത്രയിൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ വളവ് തിരിയുമ്പോഴും മൃഗങ്ങളെ കാണുമെന്ന പ്രതീക്ഷയാണ് നമ്മളെ യാത്ര തുടരുന്നത്. അങ്ങനെ നമ്മളെ യാത്ര തുടർന്നപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഒരു രക്ഷയുമില്ലാത്ത ഗംഭീര കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങളും ബസ് 10 മിനിറ്റ് നേരം ഇവിടെ ബസ് നിർത്തിയിട്ട് ഞങ്ങളും ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകൾ കണ്ട ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. 1965 ഈ ഡാമുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചാലക്കുടി പട്ടണത്തിൽ നിന്നും 65 കിലോമീറ്റർ കിഴക്കായാണ് ഷോളയാർ ഡാം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന മലക്കപ്പാറ റൂട്ടുണ്ടല്ലോ, ഇത് കബാലിയുടെ കാടാണ്. കബാലി ഉള്ള കാടാണ്. കബാലിയുടെ തട്ടകത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കബാലി അങ്ങനെ റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അങ്ങനെ നിൽക്കും. അവസാനം കബാലി ഇവിടെ നിന്ന് മാറിയ ശേഷം മാത്രമേ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു കൊടും കാടാണ്. ഒരുപാട് ആദിവാസികൾ ഈ കാടിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അവർ നമ്മുടെ KSRTC ഓർഡിനറി ബസ് ആശ്രയിക്കുന്നുണ്ട്. അവർ കയറുന്ന ഇറങ്ങുന്നതൊക്കെ ഞാൻ ഈ യാത്രയിൽ കണ്ടു. അതുപോലെ തന്നെ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ആദിവാസികളെ ഞാൻ ഈ യാത്രയിൽ കണ്ടു. ഈ ഇടതുവശത്ത് കാണുന്ന മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അങ്ങനെ മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ കടന്ന് നമ്മൾ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ മലക്കപ്പാറ ടൗണിലെത്തിയിരിക്കുകയാണ്. മലക്കപ്പാറ ടൗണിലെത്താറായപ്പോൾ റോഡ് ടാർ ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടില്ല. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം ചെറിയ കടകളുണ്ട്. ഇത്ര അത്യാവശ്യം ചെറിയൊരു പട്ടണമാണ്. അങ്ങനെ നമ്മൾ മലക്കപ്പാറയിലെ തേയിലത്തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം തേയിലത്തോട്ടങ്ങൾ മാത്രമാണ്. ടാറ്റ ടീ എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടങ്ങളാണ്. പക്ഷെ നമ്മൾ മൂന്നാർ പോലെ അത്ര ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളല്ല. കാണാൻ നല്ല ഫീലാണ്. ഇതേ കുന്നുകളും മലകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള യാത്ര നല്ല രസമുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് മലക്കപ്പാറയുടെ തേയിലത്തോട്ടങ്ങൾ നല്ല മനോഹരമായുള്ള കാഴ്ചയാണ്. ഈ കാണുന്ന മലക്കപ്പാറ പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഇത് തന്നെയാണ്. ഈ കാണുന്നത് ടാറ്റ ടീ എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അരമണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്നതിനും എല്ലാവരും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ തേയിലത്തോട്ടം മൂന്നാർ പോലെ അത്ര ഭംഗിയുള്ള തേയിലത്തോട്ടമല്ല. കാരണം ഈ തേയിലത്തോട്ടം ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതാണ് അല്പം ഭംഗി കുറവ്. ഒരു പച്ചപ്പിൻ്റെ കുറവുണ്ട്. കാരണം ഇതിപ്പോൾ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ അപ്പർ ഷോളർ ഡാമിൻ്റെ ഒരു ചെറിയ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഭാഗം മാത്രമായിട്ട് റോഡ് ടാർ ചെയ്തിട്ടില്ല. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി പഞ്ചായത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലക്കപ്പാറയുടെ മറ്റൊരു പേരാണ് മാലാകപ്പാറ. സമുദ്രത്തിൽ നിന്നും 900 മീറ്റർ ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ റോഡിലൂടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മലക്കപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മലക്കപ്പാറ. ഒരുപാട് വലിയ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടുന്ന ചെറിയൊരു ഷോപ്പുകളും ഇവിടെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 1:30 കൂടി മലക്കപ്പാറയിലെത്തി. മലക്കപ്പാറയിലാണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ കടയുണ്ട്, മല്ലിക ചേച്ചിയുടെ കട. അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. നല്ല ഊണായിരുന്നു. ഇവിടുത്തെ നോൺ വെജ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ ഡാമിൽ നിന്ന് വിളിച്ച മീൻ അത് വറുത്തതുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഊണെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വാൽപ്പാറയിലേക്ക് പോവുകയാണ്, അപ്പർ ഷോളർ ഡാം കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലക്കപ്പാറ ടൗണിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ പട്ടണമാട്ടോ. ഇതാണ് ബോർഡർ. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. KSRTC ബസ് ഇവിടം വരെ വരികയുള്ളൂ. ഇവിടെ വന്നാൽ ബസ് ഇവിടെ തിരിച്ച് നിർത്തിയിടും. ഇവിടെ നിന്ന് വാൽപ്പാറയിലേക്ക് 25 കിലോമീറ്റർ ദൂരമുണ്ട്. വാൽപ്പാറ കഴിഞ്ഞ് പൊള്ളാച്ചിക്ക് പോകണമെങ്കിൽ 82 കിലോമീറ്റർ ദൂരമുണ്ട്. ഊട്ടിയിലേക്കാണ് ഇവിടെ നിന്നെങ്കിൽ 213 മീറ്റർ ദൂരമുണ്ട്. നമ്മൾ മലക്കപ്പാറയിലെത്തി ടൗൺ എല്ലാം കണ്ട് ഇവിടെ നിന്ന് ഊണ് കഴിച്ച് നമ്മൾ വാൽപ്പാറ അപ്പർ ഷോളർ ഡാമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പർ ഷോളർ ഡാം കാണുന്നതിന് യാത്രയാവുകയാണ്. ഈ പാലത്തിൻ്റെ വലതുവശത്ത് കാണുന്നതാണ് അപ്പർ ഷോളർ ഡാം. ഇവിടെ നിന്ന് വാൽപ്പാറയിലേക്ക് 23 കിലോമീറ്റർ, പൊള്ളാച്ചിയിലേക്ക് 80 കിലോമീറ്റർ ദൂരമുണ്ട്. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ അണക്കെട്ട്. ഈ ഷോളർ ഡാം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ്. വാൽപ്പാറ പട്ടണത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ഷോളർ ഡാം. ടൗണിൽ നിന്ന് ഡാമിലെത്താൻ ഏകദേശം 30 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ അപ്പർ ഷോളർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഷോളർ ഡാമിലേക്ക് പോയത്.
രണ്ടാമത്തെ ആഴമേറിയ അണക്കെട്ടായ ഷോളയാർ അണക്കെട്ട് വാൽപ്പാറയ്ക്കടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. റോഡരികിൽ നിന്നും ഡാമിൻ്റെയും റിസർവോയറിൻ്റെയും കാഴ്ച അത് കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. ഈ റോഡിലൂടെയുള്ള ഒരു യാത്ര അത് ഏതൊരു സഞ്ചാരിക്കും ഹൃദ്യമായ അനുഭവമായിരിക്കും. വാൽപ്പാറ നഗരത്തിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പർ ഷോളയാർ ഡാം. അണക്കെട്ടിന് 2 റിസർവോയറാണുള്ളത്. ഒരു അപ്പർ ഷോളയാർ അണക്കെട്ടും ഒരു ലോവർ ഷോളയാർ അണക്കെട്ടും. അങ്ങനെ നമ്മൾ 3 മണിയോടുകൂടി മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് തിരിച്ചു. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത് ഗംഭീരമായ കാഴ്ചയാണ്. നല്ല മൂടൽമഞ്ഞ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല, നല്ല മഴയും. തിരിച്ചുള്ള യാത്ര നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ആകെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ 51 പേർക്കും ഭാഗ്യമില്ല. നമ്മൾ ആകെ കണ്ട ഒരു മൃഗം എന്ന് വെച്ചാൽ ഒരു മയിൽ മാത്രമാണ് ആകെ കണ്ടത്. അങ്ങനെ നമ്മൾ ആട്ടവും പാട്ടുമായി വൈകിട്ട് രാത്രി 7:30 ചാലക്കുടി KSRTCയിലെത്തി. അപ്പോൾ നമ്മൾ ഓരോ യാത്രയുടെ അവസാനം പുതിയൊരു യാത്രയുടെ തുടക്കമാവട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. സൈനിങ് ഓഫ്.